നാളത്തെ ഇന്ത്യ സഖ്യത്തിന്റെ യോഗത്തിൽ CPM പങ്കെടുക്കും. പാർട്ടിയെ പ്രതിനിധീകരിച്ച് ജോൺ ബ്രിട്ടാസ് MP ആണ് പങ്കെടുക്കുക. തമിഴ്നാട്ടിൽ TVKയുമായുള്ള കോൺഗ്രസിന്റെ സഖ്യത്തിൽ പ്രതിഷേധിച്ച് DMK വിട്ടുനിൽക്കും. യോഗത്തിൽ പങ്കെടുക്കാൻ മമതാ ബാനർജി ഡൽഹിയിലെത്തി. ജാർഖണ്ഡിൽ രാജ്യസഭാ സ്ഥാനാർത്ഥിയെ കോൺഗ്രസ് ഏകപക്ഷീയമായി പ്രഖ്യാപിച്ചതിൽ പ്രതിഷേധം അറിയിക്കാനാണ് JMMന്റെ തീരുമാനം. റഷീദ് ബിൻ മുഹമ്മദ് ചേരുകയാണ് ഡൽഹിയിൽ നിന്ന് ഏറ്റവും പുതിയ വിവരങ്ങളുമായി. റഷീദ്, അപ്പോൾ ഇന്ത്യ സഖ്യ യോഗത്തിൽ രണ്ട് സുപ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ, അതിലൊന്ന് CPM പങ്കെടുക്കുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടന്ന ചർച്ച നമുക്കറിയാം, അനിശ്ചിതത്വങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ അതിനൊക്കെ വിടാം. ജോൺ ബ്രിട്ടാസ് ആണ് CPMനെ പ്രതിനിധീകരിച്ച് പങ്കെടുക്കുന്നത്. മമത ഡൽഹിയിലെത്തി എന്ന് പറയുന്നു. ഇപ്പോൾ മമത ഇത്രയും കാലം ഇന്ത്യ സഖ്യത്തിന്റെ യോഗങ്ങളിൽ പങ്കെടുക്കാൻ വലിയ വിമുഖത കാണിച്ച് വിട്ടുനിൽക്കുകളൊക്കെ പ്രഖ്യാപിച്ച ഒരു നേതാവ് കൂടിയാണ്. ഇപ്പോൾ മമതയും എത്താനുള്ള ഒരു തീരുമാനത്തിലേക്ക് പങ്കെടുക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നു. എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ, റഷീദ്? മാഷി, ഇന്ത്യ സഖ്യത്തിന്റെ യോഗത്തിൽ CPM പങ്കെടുക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും നിർണായകമായിട്ടുള്ളത്. കാരണം കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഘട്ടത്തിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ രാഹുൽ ഗാന്ധി ഉയർത്തിയിട്ടുള്ള പല പരാമർശങ്ങളുണ്ടായിരുന്നു. പ്രത്യേകിച്ചും CPM BJP ബന്ധം ആരോപിച്ചുകൊണ്ടായിരുന്നു രാഹുൽ ഗാന്ധി കേരളത്തിൽ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണത്തിനായി എത്തിയ ഘട്ടത്തിൽ വലിയ പ്രചാരണങ്ങൾ നടത്തിയിരുന്നത്. ഇതിനെതിരെ രൂക്ഷമായിട്ടുള്ള വിമർശനമാണ് ഇന്ന് MA ബേബി മല്ലികാർജ്ജുൻ ഖാർഗെക്ക് നൽകിയിട്ടുള്ള കത്തിൽ പരാമർശിച്ചിരുന്നത്. എന്തായാലും ഇത്തരത്തിൽ വലിയൊരു അതൃപ്തി കൂടി പങ്കുവെച്ചുകൊണ്ടാണ് ഈ യോഗത്തിൽ CPM പങ്കെടുക്കുന്നത് എന്നുള്ളതാണ്. ഈ നാളെ നടക്കുന്ന ഈ യോഗത്തിലും CPMന്റെയും ഇടതുപക്ഷത്തിന്റെയും പൂർണ്ണമായിട്ടുള്ള അതൃപ്തി അത് ഡോക്ടർ ജോൺ ബ്രിട്ടാസ് MP മുന്നോട്ട് വെക്കുകയും ചെയ്യും. കാരണം കേരളത്തിലെ ഏറ്റവും ഉന്നതനായിട്ടുള്ള ഒരു നേതാവിനെതിരെയാണ് ഇത്തരത്തിലൊരു പരാമർശം രാഹുൽ ഗാന്ധിയുടെ ഭാഗത്ത് ഉണ്ടായിട്ടുള്ളത്. കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്തേക്ക് EDയുടെയും അല്ലെങ്കിൽ മറ്റു ദേശീയ അന്വേഷണ ഏജൻസികളും വരുമ്പോൾ അത് എതിർക്കുകയും അതേസമയം മറ്റു പ്രതിപക്ഷ പാർട്ടികൾക്കെതിരെ ഉണ്ടാകുമ്പോൾ കോൺഗ്രസ് അതിനെ അനുകൂലിക്കുകയും ചെയ്യുന്ന നിലപാടുണ്ട്. ഇതൊരു ഇരട്ടത്താപ്പാണ് എന്നുള്ളത് തന്നെയാണ് CPM വിലയിരുത്തുകയും അത്തരത്തിലുള്ള വിമർശനം തന്നെയാണ് മുന്നോട്ട് വെക്കുകയും ചെയ്തിട്ടുള്ളത്. പിണറായി വിജയനെതിരെ ഉണ്ടായിട്ടുള്ള പരാമർശങ്ങളിലും പ്രചാരണങ്ങൾക്കും ശക്തി കൂട്ടിയത് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയുമാണ് എന്നുള്ള കാര്യം കൂടി MA ബേബി നൽകിയിട്ടുള്ള കത്തിൽ പരാമർശിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു കടുത്ത അതൃപ്തി പ്രകടിപ്പിക്കുക എന്നുള്ളത് തന്നെയായിരിക്കും നാളെ ഡോക്ടർ ജോൺ ബ്രിട്ടാസ് MPയുടെ ഒരു നിയോഗം എന്ന് പറയുന്നത്. എന്തായാലും അത്തരത്തിലുള്ള കാര്യങ്ങൾ പങ്കുവെക്കും എന്നുള്ളത് നേരത്തെ തന്നെ പ്രതിപക്ഷ പാർട്ടികൾ മുന്നോട്ട് വെക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്ത്യ സഖ്യം ഈ 5 സംസ്ഥാനങ്ങൾ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്ക് ശേഷമാണ് ഈ ആദ്യമായി ഒരു യോഗം ചേരുന്നത്. ഈ യോഗത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊന്നാം ഈ ഘടക കക്ഷികളുടെ ഭാഗത്തുനിന്നും കടുത്ത അതൃപ്തി കോൺഗ്രസിനെതിരെ ഉയർന്നു വരുന്നു എന്നുള്ളതാണ്.